ശിവപ്രിയ ജ്യോതിഷാലയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം 1201 ആണ്ട് മലയാള മാസ പുതുവർഷ രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത്. അതും തുലാക്കൂറിൻ്റെ രാശിഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ആര, ചോതി, വിശാഖം, ഈ 3 നക്ഷത്രങ്ങളാണ്. ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖം, ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ പുതുവർഷം, അതായത് ഈ മലയാള മാസ പുതുവർഷം 2025 ഒക്ടോബർ 18 വരെ വേഴം 9-ലും അതിനുശേഷം 10-ലും, 2025 ഡിസംബർ 5-ന് ശേഷം വേഴം വീണ്ടും 9-ലും, 2025 ജൂൺ 1-ന് ശേഷം 10-ലും, ശനി 6-ലും, രാഹു 5-ലും, കേതു 11-ലും നിൽക്കുന്ന, ഗോചരവശാൽ ശനി 6-ലും, രാഹു 5-ലും, കേതു 11-ലും നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത്. ഈ പുതുവർഷം പൊതുവെ ഈ തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമാണ് എന്നാണ് കാണുന്നത്. ഇവർക്ക് ഉദ്യോഗ സംബന്ധമായ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗം കിട്ടാൻ കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാനും അതുവഴി ഉദ്യോഗത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ഇവർക്ക് സാധ്യത ഉണ്ട്. കൂടാതെ വീട് നിർമ്മാണം, പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ല സമയമാണ് ഇപ്പോൾ. പുതിയ വീട് വെക്കാനായിട്ട്, ഗൃഹാരംഭ പ്രവേശനം നടത്താനായിട്ട്, ഗൃഹാരംഭം കുറിക്കാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ സമയം വളരെ ഉചിതമാണ്. ഇവർക്ക് വിദേശയാത്രാ ഗുണമുണ്ടാവും. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രാ ഗുണമുണ്ടാവും. വാഹന ലാഭമുണ്ടാവും. വാഹന സംബന്ധമായ ലാഭം, വാഹന വാടക കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായി വാഹനം ഓടിക്കുന്നവർക്കോ, അതുകൂടാതെ വാഹനം പുതിയതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഒക്കെ വാഹന ലാഭം ഇപ്പോൾ കാണുന്നുണ്ട്. വാഹന ലാഭം ഉണ്ടാവും. കൃഷി സംബന്ധമായ ഗുണങ്ങളുണ്ടാവും. കൃഷിയിൽ നിന്നും ആദായമുണ്ടാവും. കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് ഇവർക്കിപ്പോൾ കാണുന്നത്. ധനവർധനയുണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ ധനവർധനയുണ്ടാകും. പിന്നെ ധനനേട്ടങ്ങളുണ്ടാകും. കൂടാതെ ഇവർക്ക് സ്ഥാനമാന ലബ്ധി ഉണ്ടാവും. സ്ഥാനമാന പദവി വരും. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ പല ഉന്നത സ്ഥാനങ്ങളിലും എത്താനായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരും. വിവാഹ കാര്യങ്ങൾക്ക് മംഗളകരമായ സമയമാണ് ഇവർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം ആലോചിക്കാം. അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനും വിവാഹ കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാവും. പരീക്ഷകളിൽ ഇവർക്ക് ഉന്നത വിജയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ ഇവർ ചെന്ന് സഹകരിക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. കലാകായിക രംഗത്ത് നേട്ടമുണ്ടാകും. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ആദരവ് ലഭിക്കാനും ഒക്കെ വളരെയധികം നല്ല സമയമാണ് ഈ സമയം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ച് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ആരംഭിക്കുവാനും സുഹൃത്ത് ബന്ധങ്ങളിലൂടെ നല്ല ഒരു അവസ്ഥ ഉണ്ടാക്കാനും ഒക്കെ ഇവർക്ക് ഈ സമയം ഉപകരിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് കാര്യജയവും പ്രശസ്തിയും രോഗശാന്തിയും, രോഗമുള്ളവർക്കാണെങ്കിൽ രോഗശാന്തി ലഭിക്കാനും ഒക്കെ വളരെയധികം നല്ല സമയമാണ് ഈ സമയം. അപ്പോൾ പൊതുവെ ഇവർക്ക് ഗുണകരമായ ഒരു അവസ്ഥയാണ് ഈ തുലാക്കൂറുകാർക്ക്, ചിത്തിരാര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം. പിന്നെ
അതേപോലെ തന്നെ ഇവർക്ക് വേറെ ചില അല്പം ദോഷാനുഭവങ്ങളും ഉണ്ടാകാം. ഗുരുജനങ്ങളുടെ വിയോഗമുണ്ടാകാം. ഗുരുജനങ്ങളുടെ വിയോഗം അല്ലെങ്കിൽ വേർപാട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ വഞ്ചനയിൽ അകപ്പെടാതെ ഇവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വഞ്ചനാപരമായ കാര്യങ്ങളിൽ ഇവർ ചെന്ന് പെടാൻ സാധ്യതയും കാണുന്നുണ്ട്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.